ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ്. സീരിയൽ കില്ലേഴ്സിൻ്റെ കഥകൾ നമ്മൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? എന്നാൽ ലോകത്തെ തന്നെ വിറപ്പിച്ച സീരിയൽ കില്ലേഴ്സിൽ ആദ്യത്തെ 10 എടുക്കുമ്പോൾ അതിൽ തന്നെയുള്ള ഒരു പേരാണ് ഡോക്ടർ എച്ച് ഹോംസ് എന്നത്. മറ്റുള്ള സീരിയൽ കില്ലേഴ്സിനെ അപേക്ഷിച്ച് ഇയാൾ തിരഞ്ഞെടുക്കുന്ന ഇരകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും അവരുടെ ആ വേദനയിൽ അതീവ സന്തോഷം കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഇരകളെ പീഡിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനുമായി തന്നെ അദ്ദേഹം ഒരു വലിയ മാൻഷൻ തന്നെ പണിതിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ആ മാൻഷൻ്റെ ഉള്ളിൽ കയറിയാൽ പുറത്തേക്ക് പോകണമെങ്കിൽ ഹോംസ് തന്നെ വിചാരിക്കണമായിരുന്നു. അതാണെങ്കിൽ ഒരിക്കലും നടക്കുകയുമില്ല. കാരണം അയാൾക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ കെട്ടിടം പണിതത് തന്നെ ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന ഇരകളെ പീഡിപ്പിച്ച് കൊല്ലുന്നതിന് വേണ്ടിയാണല്ലോ. ഹോംസ് ആ കെട്ടിടം പണിതത് തന്നെ വഴി ചുറ്റിക്കുന്ന രക്തത്തിൻ്റെ മണമുള്ള ഇടനാഴികളും മരണം പതിയിരിക്കുന്ന ഹോട്ടൽ മുറികളും ഇരകളായി വന്നു പെടുന്നവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പീപ്പിംഗ് ഹോളുകൾ, ആളുകൾ ഉറങ്ങിക്കഴിയുമ്പോൾ മുറികളിലേക്ക് തുറന്നുവിടാനായി വെച്ചിരുന്ന വിഷവാതക സജ്ജീകരണങ്ങൾ, ഇങ്ങനെ അയാളുടെ മനസ്സിലെ ക്രൂരതകൾ നടപ്പിലാക്കാൻ വേണ്ടുന്ന സകല സജ്ജീകരണങ്ങളും അയാൾ ഈ മാൻഷൻ പണിതപ്പോൾ തന്നെ സജ്ജീകരിച്ചിരുന്നു. ഹോംസിൻ്റെ മാൻഷനിലെ ഒരു പടിക്കെട്ട് കയറി നമ്മൾ മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ അതൊരു ഭിത്തിയിലായിരിക്കും ചെന്ന് നിൽക്കുന്നത്. മുന്നോട്ട് സഞ്ചരിക്കാൻ വേറെ വഴികളുണ്ടാകില്ല. ചില പടിക്കെട്ടുകളിലൂടെ കയറിയാൽ കാൽ വഴുതി 3-ാം നിലയിൽ നിന്നും ആ മാൻഷൻ്റെ ബേസ്മെൻറ്റിലായിരിക്കും ചെന്ന് വീഴുന്നത്. ചിലപ്പോൾ ആ വീഴ്ചയിൽ തന്നെ മരണപ്പെട്ടെന്നുമിരിക്കാം. അഥവാ നിങ്ങൾ ജീവനോടെയുണ്ടെങ്കിൽ ഹോംസിൻ്റെ അതിക്രൂരമായ പീഡനങ്ങൾ കൂടി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. എത്ര തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിക്കുന്ന ഇടനാഴികളും ഗ്യാസ് ചേംബറുകളും മൊത്തത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒരു ആർക്കിടെക്ട് വിസ്മയം തന്നെയായിരുന്നു കൊല ചെയ്യാനായി എച്ച് ഹോംസ് നിർമ്മിച്ചെടുത്ത ഈ മദർ കാസ്റ്റിൽ. ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിച്ചെടുത്തതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാൾ എത്രമാത്രം ഭാവനയും ശ്രദ്ധയും ഈ കെട്ടിടം പണിയുമ്പോൾ കൊടുത്തിരുന്നു എന്ന്. ഹോംസ് ശരിക്കും ബുദ്ധിശാലിയും അതുപോലെ തന്നെ പ്രതിഭാശാലിയുമായ ഒരു സീരിയൽ കില്ലറായിരുന്നു. ഹോംസ് നിർമ്മിച്ച ഈ മദർ കാസ്റ്റിലും പിന്നീട് ഇറങ്ങിയ നിരവധി സൈക്കോ മൂവികളുടെ നിർമ്മാണത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എച്ച് ഹോംസിൻ്റെ യഥാർത്ഥ പേര് ഹെർമൻ വെബ്സ്റ്റർ മഡ്ഗറ്റ് എന്നാണ്. 1861 മെയ് 16 ഹോംസ് ജനിച്ചത്. 4 സഹോദരങ്ങളോടൊപ്പം ന്യൂ ഹാംഷെയറിലെ ഗിൽമാൻടണിലാണ് ഹോംസ് വളർന്നത്. അവൻ്റെ മാതാപിതാക്കൾ മെത്തഡിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന തീവ്രമായ മതവിശ്വാസികളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1761 ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലെ ഗിൽമാൻടണിലേക്ക് വന്ന ആദ്യത്തെ കുടിയേറ്റക്കാരുടെ പിൻഗാമികളായിരുന്നു ഇവർ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ആയിരുന്നു ഹോംസിൻ്റേത്. അവർ മക്കളെ എല്ലാം കർശനമായ അച്ചടക്കത്തിലൂടെയും മതവിശ്വാസത്തിലൂടെയുമാണ് വളർത്തിയത്. അക്കാലത്തെ സാഹചര്യവും ഏറെക്കുറെ അതുപോലെ തന്നെ ആയിരുന്നു. ചുറ്റുപാടുമുള്ളവരുമായി വളരെ സൗഹൃദപരമായിട്ട് തന്നെയാണ് ആ കുടുംബം അവിടെ കഴിഞ്ഞു പോരുന്നത്. ഹോംസിൻ്റെ അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു. സാമാന്യം നല്ല ചുറ്റുപാടിൽ തന്നെയാണ് ആ കുടുംബം കഴിഞ്ഞു പോരുന്നത്. വീടിനോട് ചേർന്ന് കിടക്കുന്ന പാടങ്ങളിലൊക്കെ അദ്ദേഹം കൃഷി ചെയ്യുകയും കൃഷി ചെയ്യാൻ പറ്റാതെയാകുമ്പോൾ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തും പെയിൻറ്റിങ് ചെയ്തും അദ്ദേഹം അധിക വരുമാനവും ഉണ്ടാക്കിയിരുന്നു. ഹോംസിൻ്റെ അമ്മ ഹൗസ് വൈഫായിരുന്നു. ഹോംസ് പഠിക്കാൻ വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. എല്ലാ കാര്യത്തിലും പരമാവധി അറിവ് നേടിയെടുക്കാൻ അവൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. എന്നാൽ അവൻ്റെ ഈ സ്വഭാവം കൊണ്ട് മറ്റു കുട്ടികൾ അവനെ പഠിപ്പിസ്റ്റ് ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഹോംസിന് കൂട്ടുകാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ അവനെ മറ്റു കുട്ടികൾ സ്കൂളിലും പുറത്തുമൊക്കെ വെച്ച് ശാരീരികമായും മാനസികമായും ഒക്കെ പീഡിപ്പിച്ചു. അതൊരു കൊച്ചു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ അവൻ ഇതിൽ നിന്നും ഒന്നും രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. എവിടെ പോയാലും അവരവനെ പിന്തുടർന്ന് ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ സഹപാഠികളുടെ ഉപദ്രവം നിരന്തരമായെങ്കിലും അതിൽ ഒരെണ്ണം മാത്രം എടുത്തു പറയേണ്ടതാണ്. പിന്നീട് ഹെർമൻ വെബ്സ്റ്റർ മഡ്ഗറ്റ് എന്ന സാധാരണ ബാലകനെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരിൽ ഒരാളായ സൈക്കോ സീരിയൽ കില്ലർ ആക്കിയതിൽ ആ സംഭവത്തിന് പ്രധാന പങ്കുണ്ട്. ചെറുപ്പത്തിൽ അവനുണ്ടായിരുന്ന ഒരു പേടി ആ ഗ്രാമത്തിലെ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഒരു അസ്ഥികൂടം. അത് കണ്ടാൽ ആരെയോ പിടിക്കാനിരിക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമ്മുടെ കൊച്ചു ഹോംസിനു വലിയ പേടിയായിരുന്നു. അവൻ ആ ക്ലിനിക്കിന് മുന്നിലൂടെ പോകുമ്പോൾ പോലും അങ്ങോട്ട് നോക്കാതെ ഓപ്പോസിറ്റ് നോക്കി പോകുമായിരുന്നു. അവൻ്റെ ഈ പേടി സഹപാഠികൾക്കെല്ലാം അറിയാമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ഹോംസിനെ ഉപദ്രവിക്കാൻ വന്ന കൂട്ടുകാർ അവനെ ആ ക്ലിനിക്കിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി.
അവൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന ആ അസ്ഥികൂടത്തിന് മുന്നിലേക്ക് അവനെ കുട്ടികൾ പിടിച്ചു നിർത്തി. അവൻ എത്ര തന്നെ അലറിക്കരഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ആ കുട്ടികൾ അസ്ഥികൂടത്തിൻ്റെ നീട്ടിയ കൈകൾക്കിടയിലേക്ക് അവനെ ചേർത്തു നിർത്തി. അതിൻ്റെ ഒരു കൈയെടുത്ത് നമ്മുടെ കൊച്ചു ഹോംസിൻ്റെ മുഖത്തേക്ക് വച്ചു. ആ ക്ലിനിക്കിലെ ജോലിക്കാർ ഹോംസിൻ്റെ കരച്ചിൽ കേട്ട് ഓടി വന്നതുകൊണ്ട് മാത്രമാണ് മറ്റു കുട്ടികൾ അവനെ ഉപേക്ഷിച്ച് അവിടെ നിന്നും മാറിപ്പോയത്. അവൻ്റെ പേടിയെപ്പറ്റി ശരിക്കറിയാമായിരുന്ന അവർ അത് നേരിൽ കാണുവാനും ആസ്വദിക്കാനുമായി ചെയ്ത ചെറിയൊരു കുസൃതി മാത്രമായിരുന്നു അത്. എന്നാൽ അതുകൊണ്ട് ഹോംസിനുണ്ടായത് അതൊരു അസ്ഥികൂടം മാത്രമാണെന്നും കടയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കളിപ്പാട്ടം പോലെ മാത്രം കാണേണ്ട ഒന്നാണെന്നും അതിനെ ഒരിക്കലും താൻ പേടിക്കേണ്ട കാര്യമില്ലെന്നും ഉള്ള തിരിച്ചറിവാണ്. അതോടെ അവൻ്റെ പേടി മാറുകയും വൈദ്യശാസ്ത്രത്തോട് അവന് കൂടുതൽ താല്പര്യമുണ്ടാവുകയുമാണ് ചെയ്തത്. പിൽക്കാലത്ത് സൈക്കോളജിസ്റ്റുകൾ അവൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ച ശേഷം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നും ശരീരം എന്താണെന്നും മരണമെന്നാൽ എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ അവനിൽ ഉടലെടുത്തിരുന്നു എന്ന് പറയുകയുണ്ടായി. കുട്ടിക്കാലത്ത് മനുഷ്യർക്ക് ഭയമുള്ള കാര്യങ്ങൾ വളർന്നു കഴിയുമ്പോൾ മാറുകയും അതിൻ്റെ സ്ഥാനത്ത് അതെന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷ ഉണ്ടാകാറുമുണ്ട്. വളരും തോറും തൻ്റെ ഭയം എന്തിനോടായിരുന്നു, എന്തിനായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ അതിനെ മറികടക്കാനുള്ള വഴിയായിരിക്കും ആലോചിക്കുന്നത്. ധൈര്യപൂർവ്വം അതിനെ നേരിടുക എന്നതായിരിക്കും അവർക്ക് കിട്ടുന്ന ഉപായം. 16-ാം വയസ്സിൽ ഹൈസ്കൂളിൽ നിന്നും തൻ്റെ ബിരുദം നേടിയെടുത്ത ഹോംസ് തൻ്റെ ഗ്രാമത്തിൽ നിന്നും സമീപമുള്ള ഗ്രാമങ്ങളിലേക്ക് തൻ്റെ ജീവിതം പറിച്ചു നട്ടു. അവിടെയുള്ള സ്കൂളുകളിൽ അധ്യാപന ജോലികളിൽ ഏർപ്പെട്ടു. നഗരജീവിതം ഹോംസിന് മുന്നിൽ ഒരുപാട് സാധ്യതകൾ തുറന്നുകൊടുത്തു. ജോലിയോടൊപ്പം തന്നെ ഹോംസ് അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പഠനത്തിനും ചേർന്നു. അക്കാലത്തെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറും ഹ്യൂമൻ ഡിസെക്ഷനിൽ ഏറ്റവും വിദഗ്ധനുമായ ഡോക്ടർ നഹൂം റൈറ്റിൻ്റെ കീഴിലാണ് ഹോംസ് ജോലി ചെയ്തിരുന്നത്. അക്കാലത്ത് തന്നെയാണ് ഹോംസ് ക്ലാര ലോവറിംഗ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുകയും 1878 ജൂലൈ 4 അവർ വിവാഹം കഴിക്കുകയും ചെയ്തത്. ആ സമയത്ത് ഹോംസിൻ്റെ പ്രായം വെറും 17 വയസ്സ് മാത്രമാണ്. വിവാഹശേഷം അവർ വെർമോണ്ട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അവിടെയുള്ള ഹോംസ് യൂണിവേഴ്സിറ്റിയിൽ 1 വർഷത്തോളം അധ്യാപന ജോലി ചെയ്തു. എന്നാൽ ഹോംസിൻ്റെ മനസ്സ് സന്തോഷത്തിലായിരുന്നില്ല. കാരണം അവന് കുട്ടികളെ പഠിപ്പിക്കാനൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ മനസ്സിലുള്ള മൃഗീയ വാസനകളെ ഒന്നും അധ്യാപനം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതായിരുന്നില്ല. താമസിയാതെ തന്നെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലെ മെഡിസിൻ ആൻഡ് സർജറി വിഭാഗത്തിൽ ഹോംസിനൊരു ജോലി ശരിയായി. അവിടെ വെച്ചാണ് അവന് ചെറുപ്പം മുതലേ താല്പര്യമുണ്ടായിരുന്ന 2 സയൻസ് വിഷയങ്ങൾ അവൻ പഠിച്ചെടുത്തത്. പിൽക്കാലത്ത് ലോകത്തെ ഞെട്ടിച്ച കുറ്റകൃത്യങ്ങൾ നടത്തിയ H.H. ഹോംസ് ആകാൻ അവനെ പ്രാപ്തനാക്കിയത് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൻ കൂടുതലായി പഠിച്ചെടുത്ത അറിവുകളായിരുന്നു. കെമിസ്ട്രിയും അനാട്ടമിയുമായിരുന്നു അയാൾ അവിടെ നിന്നും പഠിച്ചെടുത്ത ആ 2 സയൻസ് വിഷയങ്ങൾ. അന്നത്തെ അമേരിക്കയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായിരുന്നു മിഷിഗൺ യൂണിവേഴ്സിറ്റി. പ്രധാനമായും മെഡിക്കൽ സയൻസുമായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്. അമേരിക്കയിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലും ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ ചീഫ് അനാട്ടമി ഇൻസ്ട്രക്ടറായിരുന്ന പ്രൊഫസർ ഹെഡ്മൻ്റെ കീഴിലായിരുന്നു ഹോംസ് പഠിച്ചതും ജോലി ചെയ്തതും. അക്കാലത്ത് പ്രൊഫസർ ഹെഡ്മൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ഒരു വലിയ ബഹുമതി പോലെ തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഹോംസിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സൈക്കോയ്ക്ക് ശരിക്കും മാനസിക നിർവൃതി നൽകുന്ന ജോലിയായിരുന്നു അത്. മൃതദേഹങ്ങൾ വെട്ടിമുറിച്ച് പഠനം നടത്തുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അവൻ തിരിച്ചറിഞ്ഞു. ഏറ്റവും മികച്ച ഡിസെക്ഷൻ ടെക്നിക്കുകൾ അക്കാലത്താണ് ഹോംസ് വികസിപ്പിച്ചെടുത്തത്. ഒരു ശവശരീരം മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ തന്നെ കീറിമുറിച്ച് സ്റ്റഡി ടേബിളിൽ വെക്കും. ഇത് കണ്ട ഹോംസിൻ്റെ സഹപാഠികളും അധ്യാപകരും പ്രശംസിക്കുകയും ചെയ്യും. ഒരു കാലത്ത് അസ്ഥികൂടത്തെ ഭയന്നോടിയിരുന്ന ഹോംസിൻ്റെ നിത്യജീവിതത്തിൽ പോസ്റ്റ്മോർട്ടം ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ലാതെയായി. ഇതവനൊരു ലഹരിയായി മാറി എന്ന് തന്നെ പറയണം. അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സൈക്കോയെ ഈ ജോലി വല്ലാതെ പ്രൊമോട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. വൈകാതെ പഠനം പൂർത്തിയാക്കിയ ഹോംസ് യൂണിവേഴ്സിറ്റി കണ്ട ഏറ്റവും മികച്ച സ്റ്റുഡൻ്റ് ആയിരുന്നു. എങ്കിലും ജീവിതത്തിൻ്റെ വശത്തിൽ അവനൊരു പരാജയമായിരുന്നു. സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ച് വരുമാനമൊന്നും തന്നെ ഇല്ലായിരുന്നല്ലോ. ഒരു വാടക വീട്ടിലാണ് ഹോംസ് ഭാര്യയുമായി കഴിഞ്ഞിരുന്നത്. ഇതിനിടയിൽ അവർക്കൊരു മകനും ജനിച്ചു. അതോടെ സാമ്പത്തികമായി ഹോംസ് ഒരുപാട് പ്രശ്നങ്ങളിലായി. കണ്ണിൽ കാണുന്ന ആരോടും നാണമില്ലാതെ കടം ചോദിക്കാൻ വരെ തുടങ്ങി. അത്രത്തോളം അയാൾ അധപ്പതിച്ചിരുന്നു. ഭാര്യയെ ശാരീരികമായി ഉപദ്രവിക്കാനും തുടങ്ങി. ഉപദ്രവം സഹിക്കാൻ പറ്റാതെ 1884 ഹോംസ് തൻ്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ക്ലാര തൻ്റെ കുഞ്ഞിനെയും എടുത്ത് ന്യൂ ഹാംഷെയറിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഇയാളുടെ ഉപദ്രവവും സഹിച്ച് ക്ലാര ഇവിടെ പിടിച്ചു നിന്നതിൽ അയൽവാസികൾക്കൊക്കെ അത്ഭുതമായിരുന്നു.
ഭാര്യ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഹോംസ് ജീവിതത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഭാര്യ പോയതിൽ അയാൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകാന്ത ജീവിതവും അയാൾക്ക് ഇഷ്ടം തന്നെയായിരുന്നു. അക്കാലത്താണ് കുറുക്കുവഴികളിലൂടെ കൂടുതൽ പണം കണ്ടെത്തുവാനുള്ള ഐഡിയകൾ ഹോംസ് കണ്ടെത്തിയത്. നന്നായി സംസാരിച്ച് ആരെയും കയ്യിലെടുക്കുവാനുള്ള ഒരു കഴിവ് ഹോംസിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ സംസാരിച്ചു വീഴ്ത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെ അവനുണ്ടായിരുന്നു. അവനത് തൻ്റെ തട്ടിപ്പിനായി ഉപയോഗിക്കുകയും ചെയ്തു. എളുപ്പത്തിൽ പണമുണ്ടാക്കാനായി ഹോംസ് കണ്ടെത്തിയ വഴി ഇൻഷുറൻസ് തട്ടിപ്പായിരുന്നു. ഹോംസ് ഇൻഷുറൻസ് കമ്പനികളിൽ പോയി മറ്റൊരാളുടെ പേരിൽ പോളിസി എടുക്കും. എന്നിട്ട് നോമിനിയായി തൻ്റെ പേര് തന്നെ വെക്കും. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇൻഷുറൻസ് എടുത്ത ആൾ മരിച്ചതായി ക്ലെയിം ചെയ്യും. തൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വരുന്ന തിരിച്ചറിയാൻ പറ്റാത്ത അവകാശികളാരുമില്ലാത്ത ഏതെങ്കിലും ഒരു ശരീരം എടുത്ത് പോളിസി കമ്പനിക്കാരെ കാണിക്കും. ഇതിലൂടെ ഹോംസിന് ഒന്നും അറിയാതെ വലിയൊരു തുക തന്നെ കയ്യിൽ കിട്ടും. ഇതായിരുന്നു ഹോംസ് കണ്ടെത്തിയ തട്ടിപ്പ്. അക്കാലത്ത് ഇന്നുള്ള പോലെ ഇൻഷുറൻസ് കമ്പനികൾക്ക് അത്ര വലിയ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് അയാൾ പലതവണ ആവർത്തിച്ചു. പക്ഷേ ഇതൊരുപാട് നാൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഇൻഷുറൻസുകൾ ഹോംസിൻ്റെ പേരിൽ നോമിനിയായി വന്നാൽ ഹോംസ് പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തു നിന്നും ഒരു ക്ലെയിം കിട്ടിയാൽ അടുത്ത മറ്റേതെങ്കിലും നഗരത്തിൽ പോയി വേണം ഈ തട്ടിപ്പ് നടത്തുവാൻ. അത് ഒരുപാട് യാത്രകൾ ചെയ്യുവാനും ഒരു കുറ്റകൃത്യം ആർക്കും സംശയം തോന്നാതെ ചെയ്യാനും ഹോംസിനെ സഹായിച്ചു. എന്നാൽ എല്ലാത്തിനും ഒരു മറുവശം കൂടി ഉണ്ടാകുമല്ലോ. വൈകാതെ തന്നെ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തുന്ന ആളുണ്ടെന്നുള്ള വാർത്ത അമേരിക്കയിൽ മുഴുവൻ പടർന്നു. എല്ലാവരുടെയും സംശയം ഹോംസിന് നേരെയായിരുന്നു. ചുരുക്കത്തിൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ജനങ്ങൾക്കൊക്കെയും മനസ്സിലായി. അതുകൊണ്ട് തന്നെ പരിചയമുള്ള ജനങ്ങൾക്കിടയിൽ നിന്നും മാറി താമസിക്കുവാൻ ഹോംസ് തീരുമാനമെടുത്തത്. 1885 ന്യൂയോർക്കിലെ മൂവർഫോക്സ് എന്ന പട്ടണത്തിലേക്ക് ഹോംസ് തൻ്റെ താമസം മാറ്റി. അവിടെ വെച്ചൊരു സംഭവമുണ്ടായി. ആ പട്ടണത്തിൽ നിന്നും ഒരു ചെറിയ പയ്യൻ പെട്ടെന്ന് കാണാതെയായി. അവൻ എങ്ങോട്ട് പോയിന്ന് ആർക്കും അറിയില്ല. എന്നാൽ കാണാതെയാകുന്നതിന് തൊട്ടു മുൻപ് ഈ കുട്ടി ഹോംസിനോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചിലർ പറഞ്ഞു. അതോടെ കുട്ടിയുടെ തിരോധാനത്തിന് പിന്നിൽ ഹോംസ് ആണെന്ന വാർത്ത അവിടെ ആകെ പരന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഹോംസ് അത് നിഷേധിച്ചു. കുട്ടി അവൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരികെ പോയെന്നും പറഞ്ഞു. പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് ഹോംസിനെ വെറുതെ വിട്ടു. കുട്ടിയെക്കുറിച്ച് പിന്നീട് കൂടുതൽ അന്വേഷണങ്ങളും ഉണ്ടായില്ല. ഇന്നും ആ കുട്ടിയുടെ തിരോധാനത്തിന് പിന്നിൽ ഹോംസ് ആണോ എന്നത് ചുരുളഴിയാതെ കിടക്കുകയാണ്. എന്തായാലും പിന്നീട് ആരും ആ കുട്ടിയെ കണ്ടിട്ടില്ല. എന്നാൽ ഹോംസ് നിരപരാധിയല്ല എന്നതിനുള്ള തെളിവാണ് തുടർന്നുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ ആ നഗരം വിട്ടു. നേരെ ഫിലാഡൽഫിയയിലാണ് വന്നു ചാടിയത്. അവിടെയും അതുപോലെ തന്നെ ഒരു കൊലപാതക കുറ്റം കൂടെ ഹോംസിന് നേരെ ഉയർന്നു. 1886 ഫിലാഡൽഫിയയിൽ എത്തിയ ഹോംസ് അവിടെ ഒരു ഫാർമസിയിൽ ഫാർമസിസ്റ്റായി ജോലിക്ക് കയറി. ഈ ഫാർമസി അവിടെയുള്ളവർക്കൊക്കെ അറിയുന്ന ഒന്നായിരുന്നു. ഹോംസ് ജോലിക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ച ഒരു കുട്ടി മരണപ്പെട്ടു. ആ മരുന്ന് കൊടുത്തത് ഹോംസ് ആയിരുന്നു. അത് ഫാർമസിയിലെ മറ്റ് ജോലിക്കാർക്കും ആളുകൾക്കുമൊക്കെ മനസ്സിലാവുകയും ചെയ്തു. താൻ നിരപരാധിയാണെന്ന് ഹോംസ് പറഞ്ഞെങ്കിലും വൈകാതെ തന്നെ അവിടെ നിന്നും നാടുവിടേണ്ടി വന്നു. അതോടെ അമേരിക്ക മുഴുവനുള്ള പത്രങ്ങളിലെല്ലാം ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ ഹെർമൻ വെബ്സ്റ്റർ മഡ്ഗറ്റ് എന്ന ആളാണെന്നുള്ള രീതിയിൽ ഹോംസിൻ്റെ പേര് അച്ചടിച്ചു വന്നു. അമേരിക്ക മുഴുവനും ഈ പേര് ഫെമിലിയർ ആയി എന്ന് തന്നെ പറയാം. അതോടെ അയാൾക്ക് തൻ്റെ പേര് മാറ്റേണ്ടത് അത്യാവശ്യമായി വന്നു. അങ്ങനെയാണ് ഹെർമൻ വെബ്സ്റ്റർ മഡ്ഗറ്റ് എന്ന പേര് മാറ്റി ഹെൻറി ഹോവാർഡ് ഹോംസ്, അതായത് HH ഹോംസ് എന്നാക്കി മാറ്റിയത്. പേര് മാറ്റിയതുപോലെ തന്നെ അയാൾക്ക് സ്ഥിരമായി താമസിക്കാൻ ഒരു സ്ഥലവും ഹോംസ് കണ്ടെത്തി. ഷിക്കാഗോ ആയിരുന്നു ഹോംസ് കണ്ടെത്തിയ പുതിയ സ്ഥലം. എന്തുകൊണ്ട് ഷിക്കാഗോ എന്ന് ചോദിച്ചാൽ ഷിക്കാഗോയുടെ പകുതി മുക്കാലും വലിയൊരു അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് കത്തി നശിച്ചിരുന്നു. ഏകദേശം 100,000-ഓളം ആളുകൾക്കാണ് ആ സമയത്ത് വീട് നഷ്ടപ്പെട്ടത്. അക്കാലത്താണ് ഗവൺമെൻറ് നഗരം പുനർനിർമ്മിക്കാനായി തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നന്നായി തഴച്ചു വളർന്നിരുന്നു. പല നാടുകളിൽ നിന്നും ജോലി തേടിയ ആളുകൾ അങ്ങോട്ട് ഒഴുകി. അതുകൊണ്ട് തന്നെ ഷിക്കാഗോയുടെ സമ്പദ്വ്യവസ്ഥ കുതിച്ചുയർന്നു. ഹോംസ് ഷിക്കാഗോയിലെ എങ്കിൾവുഡ് എന്ന സ്ഥലത്താണ് തൻ്റെ താമസം തുടങ്ങിയത്. അഗ്നിബാധ ഉണ്ടായപ്പോൾ ഷിക്കാഗോയിലെ ജനങ്ങൾ കുടിയേറി പാർത്ത ഒരു സ്ഥലമായിരുന്നു എങ്കിൾവുഡ്. ഹോംസ് അവിടെ തന്നെ ഉള്ള ഒരു ഫാർമസിയിൽ ജോലിക്കും കയറി. ഹോൾട്ടൺ എന്ന് വിളിക്കുന്ന ഒരു ദമ്പതികളുടേതായിരുന്നു ആ ഫാർമസി. നല്ല കച്ചവടമുണ്ടായിരുന്ന ഫാർമസി ആയതിനാൽ അവിടെ ജോലിക്കാരെയും ആവശ്യമുണ്ടായിരുന്നു. ഹോംസ് വരുന്നതിന് 1 വർഷം മുൻപ് മിസ്റ്റർ ഹോൾട്ടന് ക്യാൻസർ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കട നോക്കി നടത്താൻ മിടുക്കനായ ഒരാളിനെ അവർ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഹോംസിൻ്റെ വരവ്. ആകർഷകമായ വ്യക്തിത്വവും എക്സ്പീരിയൻസും നല്ല പെരുമാറ്റവുമുള്ള ഹോംസിനെ അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചു.
എന്നാൽ ഹോംസിൻ്റെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മനസ്സിലായതേയില്ല. മുൻപ് ജോലി ചെയ്തിരുന്ന ഫാർമസികളിൽ നിന്നെല്ലാം ഹോംസ് പണം മോഷ്ടിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഫാർമസി തന്നെ ഹോംസ് അവരിൽ നിന്നും അടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഹോംസ് ജോലിക്ക് കയറി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും മിസ്റ്റർ ഹോൾട്ടൺ രോഗം മൂർച്ഛിച്ചു മരിച്ചു. മിസ്സിസ് ഹോൾട്ടന് ഫാർമസി ഒറ്റയ്ക്ക് നോക്കി നടത്താനുള്ള സാമർഥ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പണം കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്നും ഹോംസ് ഫാർമസി തൻ്റെ പേരിലാക്കി മാറ്റി. ഹോംസിനെ വിശ്വസിച്ച് അവർ പണം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഹോംസ് തയ്യാറാക്കിയ മുദ്രപത്രത്തിൽ ഒപ്പിട്ടുകൊടുത്തു. അതും കൊണ്ട് കോടതിയിൽ പോയാലും അത് ഹോംസിന് അനുകൂലമായി വരുന്ന രീതിയിലായിരുന്നു എഗ്രിമെൻ്റ് ഹോംസ് ഉണ്ടാക്കിയിരുന്നത്. ചതി മനസ്സിലായ മിസ്സിസ് ഹോൾട്ടൺ ഹോംസിനെതിരെ കേസ് കൊടുത്തെങ്കിലും തനിക്ക് നീതി ലഭിക്കില്ലെന്ന് മനസ്സിലായ അവർ കേസ് പിൻവലിച്ച് തൻ്റെ ചെറിയ 2 മക്കളെയും കൊണ്ട് കാലിഫോർണിയയിലേക്ക് താമസം മാറി. പിന്നീട് ഒരിക്കലും അവർക്ക് ആ പണം കിട്ടിയിട്ടുമില്ല. അങ്ങനെ ആദ്യമായിട്ട് ഹോംസിനൊരു സ്ഥിര വരുമാനമായി. അതോടെ എങ്കിൾവുഡിലെ സ്ത്രീകൾ സുന്ദരനും ചെറുപ്പക്കാരനും അതിവിനയമുള്ള ഡോക്ടർ ഹോംസിനോട് സൗഹൃദം സ്ഥാപിക്കാൻ മത്സരിച്ചു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സാധാരണ നിലയിൽ ഒരു കുറ്റവാളി തൻ്റെ പഴയ ജീവിതം മറന്നു നല്ല രീതിയിൽ ജീവിക്കേണ്ടതാണ്. എന്നാൽ ഹോംസ് അവിടെയും തൻ്റെ തട്ടിപ്പ് തുടരുവാനാണ് തീരുമാനിച്ചത്. എത്ര തന്നെ സ്ഥിര വരുമാനമാണെന്ന് പറഞ്ഞാലും തട്ടിപ്പിലൂടെ താനുണ്ടാക്കുന്നതിൻ്റെ പകുതി പോലും വരില്ല ഇപ്പോഴത്തെ ഹോംസിൻ്റെ വരുമാനം. ആ കാലഘട്ടത്തിലാണ് കള്ളപ്പേരിൽ ഹോംസ് വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും തുടങ്ങിയത്. ഹോംസ് വ്യാജ പേരിൽ ലോൺ എടുത്ത് അത് വെച്ചൊരു വസ്തു വാങ്ങും. എന്നിട്ട് വേഗത്തിൽ തന്നെ അത് വിൽക്കും. അടവുകൾ മുടങ്ങുമ്പോൾ ലോൺ കൊടുത്തവർ ആളെ അന്വേഷിക്കും. എന്നാൽ അങ്ങനെയൊരു പേരോ അഡ്രസ്സോ ഉണ്ടാകില്ല. തട്ടിപ്പിൻ്റെ എല്ലാ മേഖലയിലും PhD എടുത്ത ഹോംസിന് വ്യാജരേഖകൾ ഉണ്ടാക്കി ലോൺ എടുക്കുക എന്നത് വെറും നിസ്സാരമായ കാര്യമായിരുന്നു. ഇതിനിടയിൽ തന്നെ ഫാർമസി വഴി ഹോംസ് പുതിയ കുറച്ച് പ്രൊഡക്റ്റുകൾ വിപണിയിലെത്തിച്ചു. എല്ലാം ഒന്നിനൊന്നിനു തട്ടിപ്പ് തന്നെയായിരുന്നു. സർവ്വരോഗസംഹാരി എന്ന പേരിൽ അയാൾ ഒരു മിനറൽ വാട്ടർ വർഷങ്ങളോളം വിറ്റിരുന്നു. ഇത് കുടിച്ചാൽ ആരോഗ്യവും യുവത്വവും തിരികെ കിട്ടുമെന്നും മദ്യപിച്ച കരൾ നശിച്ചവരുടെ രോഗാവസ്ഥ മാറി പൂർണ്ണ ആരോഗ്യവാന്മാരാകുമെന്നും രോഗം വരാതെ ഇരിക്കുമെന്നുമൊക്കെ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ ശരിക്കും അയാളുടെ ഈ സർവ്വരോഗസംഹാരി അയാളുടെ തന്നെ ടാപ്പിൽ നിന്നും വരുന്ന വെറും പച്ചവെള്ളം മാത്രമായിരുന്നു. എന്നിരുന്നാലും ആ വെള്ളം നല്ല രീതിയിൽ തന്നെ വിറ്റുപോയിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹോംസിന് തൻ്റെ ഉള്ളിലെ ആ മനോരോഗിയെ സംതൃപ്തിപ്പെടുത്താൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അയാൾക്ക് ചില വിചിത്രമായ ഫാൻറ്റസികൾ ഉണ്ടായിരുന്നു. പണ്ട് ശവശരീരങ്ങൾ വെട്ടിമുറിക്കുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്നും അയാൾക്ക് കിട്ടിയിരുന്ന പഴയ സന്തോഷം, ആ ലഹരി, അത് അയാൾക്കിപ്പോൾ കിട്ടുന്നില്ല. എന്ത് വില കൊടുത്തും തൻ്റെ ആ സന്തോഷം തിരിച്ചു പിടിക്കാൻ തന്നെ ഹോംസ് തീരുമാനിച്ചു. എന്നാൽ പണ്ടത്തെ പോലെ ശവശരീരങ്ങൾ കീറിമുറിച്ചല്ല, പകരം പച്ചയായ മനുഷ്യരെ ജീവനോടെ തന്നെ വെട്ടിയെറിഞ്ഞ് തൻ്റെ ഫാൻറ്റസികൾ നടപ്പിലാക്കാനാണ് ഹോംസ് ഇത്തവണ തീരുമാനിച്ചത്. അതിലൂടെ തനിക്ക് നഷ്ടമായ ആ ഉന്മാദം, ആ സന്തോഷം, അത് തിരിച്ചു പിടിക്കണമെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സൈക്കോ സീരിയൽ കില്ലർ H.H. ഹോംസ് എന്ന കൊടും കുറ്റവാളിയുടെ ക്രൂരതകളുടെ കഥകൾ ഒറ്റ എപ്പിസോഡ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഥ പാർട്ടായി നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. കൂടെ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ഭാഗവുമായി വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ.